Welcome back, my dear students, on a new lecture on Laplace transform. നമ്മൾ ഡിസ്കസ് ചെയ്ത കൺവല്യൂഷൻസുമായി ബന്ധപ്പെട്ട രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് സോൾവ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ അതേ സിമിലർ പ്രോബ്ലം നമുക്ക് കൺവല്യൂഷൻസ് വെച്ചിട്ടും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു പ്രോബ്ലവും പിന്നെ ഒരു പുതിയ ക്ലാസ് ഓഫ് ഇക്വേഷൻ കോൾഡ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ്. ഡെറിവേറ്റീവ് പോലെ തന്നെ ഇൻ്റഗ്രൽസ് കൺഫേം ചെയ്യുന്ന ഇക്വേഷനാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ്. അത്തരം ഇക്വേഷൻസിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് എസ്പെഷ്യലി കൺവല്യൂഷൻസ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം, ഈ രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രോബ്ലം. Consider the differential equation y double dash plus ay dash plus by is equal to r of t. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓൾസോ കൺസിഡർ ദാറ്റ് L of y of t is equal to capital Y of s. Then നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് L of y dash of t is equal to sy of s minus y of 0 and L of y double dash of t should be equal to s square y of s minus sy of 0 minus y dash of 0. Okay, നമ്മളിത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ we get the answer as in equation number 1 എന്ന് കൊടുക്കുന്നു. So 1 implies applying Laplace transform we get, so L of y double dash plus a into L of y dash plus b into L of y is equal to L of r of t. r of t എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ഇത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതിയത്. സോ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് എ ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് ഈസ് ആക്ച്വലി എസ് വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 പ്ലസ് ബി വൈ. സോ ബി ക്യാപിറ്റൽ വൈ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ആർ ഓഫ് ടി. ഇനി ക്യാപിറ്റൽ വൈ ഓഫ് എസിൻ്റെ ടേംസ് മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ് ഹിയർ എസ് സ്ക്വയർ വൈ ഓഫ് എസിൻ്റെ ടേം ആണ്. പിന്നെ ഇവിടെ വൈ ഓഫ് എസിൻ്റെ ടേംസ് ഒന്നുമില്ല. ഇവിടെ എ എസ് വൈ ഓഫ് എസ് ഉണ്ട്. സോ പ്ലസ് എ എസ് വൈ ഓഫ് എസ്, ഇവിടെ പ്ലസ് ബി വൈ ഓഫ് എസ് ഉണ്ട്. സോ ഇതാണ് വൈ ഓഫ് എസിൻ്റെ ടേംസ് ഈസ് ഈക്വൽ ടു ബാക്കി എല്ലാ ടേംസും അപ്പുറത്ത് കൊണ്ടുപോകുന്നു. സോ മൈനസ് എസ് വൈ ഓഫ് 0 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എസ് വൈ ഓഫ് എസ് ആകും. വൈ ഓഫ് എസ് അല്ല, വൈ ഓഫ് 0. അതുപോലെ തന്നെ മൈനസ് വൈ ഡാഷ് ഓഫ് 0 മൈനസ് എ വൈ ഓഫ് 0 അപ്പുറത്ത് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് എ വൈ ഓഫ് 0 ആകും. ഇവിടെ ഒരു മൈനസ് വൈ ഡാഷ് ഓഫ് 0 ഉണ്ട്. ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിച്ച് ബിക്കംസ് പ്ലസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് എൽ ഓഫ് ആർ ഓഫ് ടി. So this can be written as y of s into s square plus as plus b is equal to, ഇവിടെ y of 0 കോമ എടുക്കുമ്പോൾ s plus a into y of 0 plus y dash of 0 plus l of r of t. അടുത്ത ഈ ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ we can write y of s is equal to s plus a y of 0 plus y dash of 0 divided by s square plus as plus b plus L of r of t divided by s square plus as plus b. Now we call this
1 by s square plus as plus ba നമ്മൾ q of s എന്ന് വിളിക്കുന്നു. ആൻഡ് L of r of t നമ്മൾ r of s എന്ന് കൊടുക്കുന്നു. Okay, so this equation becomes y of s is equal to s plus a y of 0 plus y dash of 0 into q of s plus q of s times r of s. This is the answer. Now, നമുക്ക് y of 0യും y dash of 0യും equal to 0 ആണെങ്കിൽ, if y of 0 is equal to y dash of 0 is equal to 0 ആണെങ്കിൽ, y of s becomes y of 0 is 0, y dash of 0. This first term becomes 0. 0 into qs is 0. So the answer is equal to q of s into r of s. q of s ന്റെ വാല്യൂ നമുക്കറിയാം, r of s ന്റെ വാല്യൂ നമുക്കറിയാം. ഓക്കെ, now r of s എന്നുള്ളത് L of r of t ആണ്. So which implies r of t is equal to L inverse of r of s. Also, q of s is equal to നമുക്ക് L of q of t എന്ന് എടുത്താൽ okay, so q of t is equal to എന്താണ് L inverse of q of s ആണ്. സോ ഇവിടെ നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ സൊല്യൂഷൻ y of t is equal to L inverse of y of s which is equal to L inverse of q of s into r of s. Now L inverse of q of s into r of s എന്ന് പറയുന്നത് this is രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ഫോമിലാണ്. സോ by convolution theorem this can be written as q star r എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം L inverse of q of s is equal to small q, L inverse of r of s is equal to r ആണ്. So the solution is y of t is equal to q star r എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ വിത്ത് ആൻ ഇനീഷ്യൽ കണ്ടീഷൻ y of 0 is equal to y dash of 0 is equal to 0 നമുക്ക് ആക്ച്വലി കൺവല്യൂഷൻസിന്റെ ടേംസിൽ അതിന്റെ സൊല്യൂഷനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇനി കൺവല്യൂഷൻസിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ദിസ് ഈസ് ആക്ച്വലി ഇന്റഗ്രൽ 0 to t q of t minus u r of u du. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും സൊല്യൂഷൻസ്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിനെ കൺവല്യൂഷൻസിന്റെ ടേംസിൽ മാത്രമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, so now let's move on to some problems related to this. So the question is, solve the initial value problem y double dash plus 3y dash plus 2y is equal to r of t, where r of t is equal to 1 if value of t is in between 1 and 2 and it is 0 otherwise. അപ്പോൾ 1ന്റെ 2ന്റെ ഇടയ്ക്ക് r of t 1 ആണ്, ബാക്കി എല്ലായിടത്തും r of t 0 ആണ്. With initial condition y of 0 is equal to y dash of 0 is equal to 0. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കൺവല്യൂഷൻസ് വെച്ചിട്ട് ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ y of 0യും y dash of 0യുടെയും വാല്യൂ 0 ആകുന്ന കേസിൽ മാത്രമാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സോ ആൻസർ here, the differential equation is y double dash plus 3y dash plus 2y is equal to r of t. സോ ഇവിടെ നമ്മൾ പ്രീവിയസ് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ a is equal to 3 and b is equal to 2. So here a is equal to 3 and b is equal to 2. അവിടെ നമുക്ക് എഴുതിയത് ഇവിടെ y of 0 ആൻഡ് y dash of 0 എന്തുവാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ
y ഓഫ് എസിനെ q ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ് എന്നാണ് എഴുതിയത്. ഓക്കെ, സോ y ഓഫ് എസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇനി അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. എന്നിട്ട് വൈയുടെ ടേംസ് എല്ലാം ഒരു സൈഡിലാക്കുക, ബാക്കി ടേംസ് എല്ലാം റൈറ്റ് സൈഡിലാക്കുക. എന്നിട്ട് വൈയുടെ കൂടെ വരുന്ന ടേംസിനെ റെസിപ്രോക്കലിനെ 1 ആ വാല്യൂവിനെ ഇവിടെ അത് s² പ്ലസ് 3s പ്ലസ് 2 എന്ന് കിട്ടും. അതിനെ 1/s² പ്ലസ് 3s പ്ലസ് 2വിനെ നമ്മൾ എന്തെന്ന് കൊടുക്കുക, q ഓഫ് എസ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ചെയ്യണം. സോ ഇവിടെ y ഓഫ് എസ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് q ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ് എന്നാണ്. സോ q ഓഫ് എസ് ഇൻറ്റു ആർ ഓഫ് എസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. വേറെ q ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s² പ്ലസ് as പ്ലസ് b ഇതായിരുന്നു. ഇവിടെ എയുടെ സ്ഥാനത്ത് 3, ബിയുടെ സ്ഥാനത്ത് 2. സോ ദിസ് ഈസ് 1/s² പ്ലസ് 3s പ്ലസ് 2. അപ്പോൾ q ഓഫ് എസ് ആണ്. ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ആർ ഓഫ് ടി ആണ്. ഓക്കെ, നൗ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് q സ്റ്റാർ ആർ ആണ്. ഓക്കെ, സോ വി നോ the solution is y of t is equal to L inverse of capital Y of S, which is equal to q star r, where q is equal to q of t is equal to L inverse of capital Q of S, which is equal to L inverse of 1/s² plus 3s plus 2. ഇവിടെ ഇതാണ്. ഓക്കെ, s² പ്ലസ് 3s പ്ലസ് 2. അപ്പോൾ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/ അതിന് വേണ്ടി അതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമുല 1/s² പ്ലസ് 3s പ്ലസ് 2വിനെ ഇതിനെ നമുക്ക് 1/s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ ഡിനോമിനേറ്റർ രണ്ട് ഫാക്ടർ തമ്മിലുള്ള ഡിഫറൻസ് 1 ആയതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/s പ്ലസ് 1 മൈനസ് 1/s പ്ലസ് 2. ഞാനൊരു പ്രീവിയസ് വീഡിയോയിൽ ഇതിൻ്റെ മെത്തേഡ് പറഞ്ഞിരുന്നു. ഓക്കെ, നൗ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 3s പ്ലസ് 2 which is equal to L inverse of 1/s plus 1 minus L inverse of 1/s plus 2. This is L inverse of 1/s minus a എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ എന്നുള്ളത് e raised to 8t ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ഫസ്റ്റ് കേസിൽ -1, സെക്കൻഡ് കേസിൽ -2. സോ ദിസ് ഈസ് e raised to -t മൈനസ് e raised to -2t. സോ നമുക്ക് ഇതിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ q ഓഫ് ടി എന്ന് കൊടുത്തിരിക്കുന്നത്. ആർ ഓഫ് ടി ഓൾറെഡി നമുക്കറിയാം. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ് 1 if 1 less than t less than 2 and it is equal to 0 otherwise. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോ y ഓഫ് ടി ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് y ഓഫ് എസ് ഈസ് ഈക്വൽ ടു q സ്റ്റാർ r which is equal to integral 0 to t q of t minus u into r of u t. That is integral 0 to t. ഇവിടെ q of t ഉണ്ട്. This is q of t. q of t minus u is t യുടെ സ്ഥാനത്തെല്ലാം t minus u ആക്കിയാൽ മതി. So e raised to minus of t minus u minus e raised to -2 of t minus u into r of u d. ഓക്കെ, now ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ആർ ഓഫ് ടിക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്. ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഇഫ് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ 2 0 അതർവൈസ്. സോ നമുക്ക് പ്രശ്നം എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ ഇവിടെ എന്ത് വേണമെങ്കിലും ആകാം. അതിനനുസരിച്ച് ആർ ഓഫ് ടിയുടെ വാല്യൂ നമ്മൾ മാറി വരും. So we have to split our interval into 3 sub-intervals. Okay. ആദ്യം ടിയുടെ വാല്യൂ 1-നെക്കാട്ടിലും ചെറുതാകുന്ന കേസിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അടുത്ത ടിയുടെ വാല്യൂ 1-നും 2-നും ഇടയ്ക്കാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ, ടിയുടെ വാല്യൂ 2-നെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ. കാരണം
ആർ ഓഫ് ടിയുടെ വാല്യൂ ഈ ഇൻ്റർവെലിനനുസരിച്ച് മാറി മാറി വരുന്നതുകൊണ്ടാണ് വി ആർ ഡൂയിങ് ദാറ്റ്. സോ വി ആർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 3 കേസസ്. കേസ് 1, if r of t, if t is less than 1. t less than 1 ആണെങ്കിൽ r of tയുടെ വാല്യൂ is equal to 0 ആണ്. ഓക്കെ, കാരണം 1-നെക്കാട്ടിലും ചെറുതായിട്ടുള്ള എല്ലാ വാല്യൂസിനും r of t 0 ആണ്. സോ y of t should be equal to integral 0 to t q of t minus u into r of u du. t less than 1 ആണെങ്കിൽ r of u 0 ആണ്. സോ ദിസ് ഈസ് 0 into സംതിങ്, അതിൻ്റെ ഇൻ്റഗ്രലും 0 ആയിരിക്കും. സോ കേസ് 1, t less than 1 ആണെങ്കിൽ സൊല്യൂഷൻ ഈസ് 0. നെക്സ്റ്റ് ഈസ് കേസ് 2. കേസ് 2ൻ്റെ കേസിൽ ടിയുടെ വാല്യൂ 1 ലെസ് ദാൻ t ലെസ് ദാൻ 2 എന്നെടുത്തോളൂ. ഓക്കെ, ഇനിയും ഇവിടെ നമുക്ക് y of t എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to t q of t minus u into r of u du എന്നാണ് എഴുതുന്നത്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to 1, കാരണം ടിയുടെ വാല്യൂ 1-നെക്കാട്ടിലും വലുതാണ്. 0 to 1 വരെയുള്ള ഇൻ്റഗ്രൽ പ്ലസ് 1 to t വരെയുള്ള ഇൻ്റഗ്രൽ q of t minus u r of u du പ്ലസ് ഇൻ്റഗ്രൽ 1 to t q of t minus u r of u du എന്നെഴുതാം. നൗ 0-യുടെയും 1-ൻ്റെയും ഇടയ്ക്ക് r of uൻ്റെ വാല്യൂ 0 ആണ്. സോ ദിസ് ഫസ്റ്റ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ ബിക്കം 0. So this should be equal to 0 plus integral 0 to 1 q of t minus u into, ഇനി 1-ൻ്റെയും ടിയുടെയും ഇടയ്ക്ക്, ടിയുടെ വാല്യൂ 2-നെക്കാട്ടിലും ചെറുതാണ്. സോ 1-ൻ്റെയും 2-ൻ്റെ ഇടയ്ക്കാണ് ഇവിടെ വാല്യൂ, ടിയുടെ വാല്യൂ. ആ കേസിൽ r of u 1 ആണ്. സോ q of t minus u into 1 du. സോ ഇനി അടുത്തത്, അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ 0 to അല്ല, 1 to t. സോ ഇൻ്റഗ്രൽ 1 to t q of t minus u നമുക്കറിയാം. q of t minus u is actually e raised to minus of t minus u into e raised to minus e raised to minus 2 into t minus u du. ഇവിടെ u ആണ് വേരിയബിൾ. സോ e raised to minus of t minus u ൻ്റെ ഇൻ്റഗ്രൽ ഈസ് ആക്ച്വലി e raised to minus of t minus u divided by t minus u ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u വിൽ. സോ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വിൽ 0, മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് ഈസ് -1, മൈനസ് ഓഫ് -1 ഈസ് +1. സോ മൈനസ് അടുത്തത് e raised to minus 2 into t minus u divided by 2 into t minus u ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u വിൽ. സോ 2 -2 into here derivative is 0, minus u ൻ്റെ derivative is -1, so -2 into -1 is actually 2. Okay, so from 0 to t, 0 അല്ല 1 to t. ആദ്യം യുവിന് അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. സോ ദിസ് ഈസ് e raised to minus t minus t by 1 minus 1 by 2 into e raised to minus t minus t. upper limit കൊടുത്തു minus lower limit e raised to minus t minus 1 minus 1 by 2 into e raised to minus 2 into t minus 1. So this is e raised to t minus 2 is t is e raised to 0. E raised to 0 is 1. So 1 by 1 is 1 minus this is e raised to minus 2 into t minus t. T minus t is 0. Minus 2 into 0 is 0. E raised to 0 is 1. So e raised to 0 is 1. 1 into 1 by 2 is 1 by 2. So 1 minus 1 by 2 minus e raised to minus of t minus 1 minus 1 by 2 into e raised to minus 2 into t minus 1. Okay. So 1 minus 1 by 2 is 1 by 2. This is 1 by 2 minus e raised to minus of t minus 1 minus 1 plus 1 by 2 into e raised to minus 2 into t minus 1. So this is the solution y of t whenever the value of t is in between 1 and 2.
അപ്പം രണ്ടാമത്തെ കേസിൽ നമുക്ക് സൊല്യൂഷൻസ് കിട്ടി. Now moving on to the last case. Last case is case 3, t greater than 2. t greater than 2 ആകുമ്പോൾ ഉള്ള സൊല്യൂഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. t greater than 2ൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ആദ്യം 0 to 1, പിന്നെ 1 to 2, പിന്നെ 2 to t എന്ന രീതിയിൽ നമുക്ക് ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ y of t is equal to integral 0 to t q of t minus u into r of u du, which can be written as integral ആദ്യം 0 to 1. കാരണം r of uവിന് 0ക്കും 1നും ഇടയ്ക്ക് 0 ആണ് വാല്യൂ, 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് 1 ആണ് വാല്യൂ, 2നെക്കാട്ടും വലുതാകുമ്പോൾ 0 ആണ് വാല്യൂ. സോ ദിസ് ഈസ് 0 to 1 q of t minus u into r of uൻ്റെ വാല്യൂ 0 du പ്ലസ് integral 1 to 2 tയുടെ വാല്യൂ 1നെക്കാട്ടിലും വലുതായതുകൊണ്ട് q of t minus u into r of u is 1 du പ്ലസ് അടുത്തത് 2 to t q of t minus u into r of u is 0 du. So this is equal to first part 0 into something 0, അതിൻ്റെ ഇൻ്റഗ്രലും 0 പ്ലസ് integral 1 to 2 q of t minus u du പ്ലസ് അടുത്ത പാർട്ടും 0 into something ഈ 0, അതിൻ്റെ ഇൻ്റഗ്രലും 0. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്നുള്ളത് integral 1 to 2 q of t minus u du. സോ ദിസ് ഈസ് integral 1 to 2 e raised to minus of t minus u minus e raised to minus 2 of t minus u. ഓക്കെ, du. Integral direct ആയിട്ട് e raised to minus of t minus u divided by 1 minus 1 by 2 into e raised to minus 2 of t minus u. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ് ഫ്രം 1 to 2. ആദ്യം t is equal to 2 കൊടുക്കുമ്പോൾ e raised to minus of t minus 2 minus 1 by 2 into e raised to minus 2 of t minus 2 minus e raised to minus of t minus 1 minus 1 by 2 into e raised to minus 2 of into t minus 1. So this is the solution y of t. So നമ്മൾ എല്ലാ കേസിലുമുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ നമുക്ക് കൺവല്യൂഷൻസ് കൊണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇക്വേഷൻസിൻ്റെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇക്വേഷൻ ഈസ് ഓഫ് ദിസ് ഫോം വിത്ത് ഇനിഷ്യൽ കണ്ടീഷൻ y of 0യും y dash of 0യും 0 ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനെ നമുക്ക് q സ്റ്റാർ ആണെന്ന് എഴുതാം. വേർ q of t is equal to L inverse of q of s and r of t is the given function. നമുക്ക് കൺവല്യൂഷൻസ് വെച്ചിട്ട് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. സോ താങ്ക് യു.